എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സച്ചിയും രേവതിയുടെയും അശോകനങ്ങളുടെ മകളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് ചെറുക്കനെയും പെണ്ണിനെയും കൂടി യാത്ര അയക്കാനായിട്ട് എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് അശോകനങ്ങളുടെ മകള് മാള് ചോദിക്കും, അച്ഛാ സച്ചിയേട്ടൻ രേവതി ചേച്ചി എവിടെ നോക്കും? അവർ പോയല്ലോ എന്ന് നോക്കും. അയ്യോ പോയോ, എനിക്ക് അവരുടെ അനുഗ്രഹം കൂടി മേടിക്കണം, എന്നിട്ട് വേണം എനിക്ക് ഫെബിൻ്റെ വീട്ടിലോട്ട് പോകാൻ. അവർ കാരണമാണ് എനിക്ക് ഫെബിനുമായിട്ട് കല്യാണം നടക്കാൻ പറ്റിയത്. എൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് കല്യാണം നടക്കാൻ പറ്റിയത് അവർ കാരണമാണ് എന്നൊക്കെ പറയും. എന്തായാലും ഞങ്ങൾ അവരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് ഇവിടുന്ന് പോത്തോളെന്ന് പറയും. അച്ഛൻ അവരൊന്ന് വിളിക്കാൻ പറയും. അങ്ങനെ അശോകനങ്ങൾ അവരെ രണ്ടുപേരെയും വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. സച്ചി, രേവതി നിങ്ങളെവിടെ? അത് ഞങ്ങൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും അങ്കിളെ. നിങ്ങളെ കാണുമെന്ന് മാള് പറയുന്നു. നിങ്ങളുടെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം അവൾക്ക് ഫെബിൻ്റെ വീട്ടിലോട്ട് പോകാനെന്ന് പറയും. അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നിങ്ങളങ്ങോട്ട് വരാൻ പറയും. ശരി ഞങ്ങൾ വരാമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, നമ്മൾ അവരെ യാത്രയാക്കിയതിന് ശേഷം വീട്ടിലോട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ സച്ചിയേട്ടാ? അത് മതിയായിരുന്നു. എന്തായാലും അശോകനങ്ങൾ വിളിച്ചില്ല, നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവർ മണ്ഡപത്തിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബീരാനെ വിളിച്ച് നിർത്തി ശ്രുതി പറയുന്നുണ്ട്, വിവാഹം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ജയപ്രകാശ് എന്ന പേരിൽ തന്നെ ഫെബിൻ്റെ അമ്മാവനായിട്ട് നിന്ന് കല്യാണമൊക്കെ ആഘോഷിക്കാം. ഇനി എന്താ ആഘോഷിക്കാൻ? കല്യാണവും കഴിഞ്ഞ് എല്ലാവരും പോവുകയും ചെയ്യും. ഇനി ഞാനെന്തോ ആഘോഷിക്കുന്നു ചോദിക്കും. അയ്യോ ബീരാനെ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറയുന്നുണ്ട്. നീ ഒരുത്തി കാരണം ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ആ മീരയുടെ എന്ന് കാണാൻ തുടങ്ങി അന്നോട്ട് എനിക്കൊരു പ്രശ്നമാണ്. അവൾ കാരണമാണ് ഞാൻ നിന്നെ പരിചയപ്പെടാനും എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത്. എൻ്റെ അളിയൻ്റെ ഒരു മകൻ്റെ കല്യാണമാണ്, ഞാൻ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് നടത്തി കൊടുക്കേണ്ട കല്യാണത്തിനാണ് നീ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് പറയും. സോറി ബീരാനെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശരി ഇനി ആരും വരത്തില്ല, ഇല്ല ആരും വരത്തില്ല, ഞങ്ങളെല്ലാവരും പോവാമെന്ന് പറയും. അങ്ങനെ ആ സന്തോഷത്തിൽ ബീരാൻ അങ്ങ് മണ്ഡപത്തിലോട്ട് കയറുകയാണ്. അങ്ങനെ അമ്മാവനായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുകയും അങ്ങനെ അവരൊക്കെ വന്ന് ബീരാൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടി മാളുവിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇവരങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് മാളുവും ഫെബിനും ബീരാൻ്റെ കാല് പിടിച്ച് അനുഗ്രഹം മേടിക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് നമ്മുടെ രേവതി പറയും, അല്ല സച്ചിയുടെ അത് നോക്കേ, ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് പറയും. അതെ മലേഷ്യയിലുള്ള ഇദ്ദേഹം എന്താ ഇവിടെ? അപ്പോൾ ചോദിക്കും, അല്ല ഇദ്ദേഹം എന്താ ഇവിടെ? ഇതോ പറഞ്ഞോളൂ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനങ്ങ് മറന്നുപോയി. അശോകനങ്ങൾ പറയും, ഇത് നമ്മുടെ ഫെബിൻ്റെ അമ്മാവനാണ് ജയപ്രകാശ് എന്ന് പറയും. ജയപ്രകാശോ? അതെ. എന്തു പറ്റി, പരിചയമുണ്ടോ? അല്ല ഞങ്ങളെന്നോണിങ്ങനെ സച്ചി പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് പറയും, അല്ല ഇദ്ദേഹത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫെബിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അളിയൻ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യമൊക്കെ സച്ചിക്ക് അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ അശോകൻ ചോദിക്കും, നാടകമോ? അതെ, അളിയൻ ഭയങ്കര നാടകക്കാരനാണ്. നാടകം മാത്രമല്ല, മുമ്പ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ചെറിയ വേഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേരാണ് ബീരാൻ. ആ പേരിലാണ് പുള്ളി അറിയപ്പെടുന്നതെന്ന് പറയും. പിന്നെ മേലുകാവിനടുത്ത് ഒരു ഇറച്ചിക്കട നടത്തുന്നുണ്ടെന്ന് പറയും. അപ്പോൾ രേവതിക്ക് മനസ്സിലാവും. ശരി, ഞാൻ മുമ്പ് ഇന്നാൾ ബീരാൻ എന്ന് പറഞ്ഞ ആളുടെ കടയിൽ പോയി ഇറച്ചി മേടിച്ചിട്ടുണ്ടെന്ന് പറയും. സച്ചിയേട്ടന് ഓർമ്മയില്ല? ഓർമ്മയുണ്ട്. എങ്കിൽ ശരി, നിങ്ങൾ സംസാരിക്കാൻ പറയാം. അപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയും, നിങ്ങളൊന്ന് പുറത്തോട്ട് വരാൻ പറയും. സച്ചി എന്നോട് ക്ഷമിക്കും മോനെ എന്നൊക്കെ പറയും. അങ്ങനെ പുറത്തോട്ട് വന്ന് നിന്ന് സച്ചിയോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഇളയച്ചനെല്ലാം പറയുന്നുണ്ട്, എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്, ഞാൻ ഫെബിൻ്റെ അമ്മാവനാണ്, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ല, ഞാൻ അവൾ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വേഷം കിട്ടിയത്, ഞാൻ അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറയും. ശരി, നിങ്ങളീ പറഞ്ഞെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് സത്യങ്ങളെല്ലാം പറയണം, അവളുടെ മുഖം മൂടി വലിച്ചു കയറണമെന്ന് പറയും. ഉടനെ പോയില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളത് ബീരാന് മനസ്സിലാവും. അങ്ങനെ അവരുടെ കൂടെ അങ്ങ് വീട്ടിലോട്ട് ചെല്ലുകയാണ്, ചന്ദ്രോദയത്തിൽ ചെല്ലുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി വളരെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. എല്ലാവരെയും പറ്റിച്ച ഒരു മട്ടിലാണ്, സന്തോഷമായിട്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മീരയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താണ് നിനക്ക് ഭയങ്കര സന്തോഷമാണെന്നല്ലേ? സന്തോഷം, എന്തായാലും കല്യാണം എല്ലാം കഴിഞ്ഞു, ഞാൻ വലിയ ഹാപ്പിയായി, കുറച്ച് പായസം ഉണ്ടാകും. അതെന്താ നിനക്ക് അവിടുന്ന് പായസം കിട്ടിയില്ല? അതല്ലടി, ഒന്നുമില്ല, എന്നെ മണ്ടന്മാരായ വീട്ടുകാരെല്ലാം ഞാൻ പറ്റിച്ചതോ? അതൊക്കെ ഉണ്ട്. എൻ്റെ കള്ളത്തിനും പിടിക്കപ്പെടുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം വരെ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് മീരയോടങ്ങ് സംസാരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചി നല്ല മാസ് ലുക്കിനാണ് അങ്ങോട്ട് കയറി വരുന്നത്. ഉടനെ സച്ചി എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് എല്ലാവരും വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇവൻ എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നതെന്ന് ചോദിക്കും. എന്തിനാ നീ വിളിച്ചു പോകുന്നത്? എന്ന് ഉറക്കം പിടിച്ച് വന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയും, അവൻ കാര്യമൊന്നും ഇല്ലാതെ ആരെയും വിളിക്കത്തില്ല. എന്താ സച്ചി എന്ന് പറയും. ഇന്ന് ഞാനൊരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഒരാളെ? അതെ, ഒരു വിശിഷ്ട അതിഥി. ഇന്ന് ചില ആൾക്കാരുടെ മുഖംമൂടിയൊക്കെ ഇവിടെ വലിച്ച് കീറപ്പെടുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതിക്കൊരു ഭയം ഇങ്ങനെ തോന്നും. നീ ആരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയും. വിളിക്കാം,
എന്ന് പറയും. ഇളയച്ചാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും. ഇളയച്ചാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശ്രുതി ഒന്ന് ഞെട്ടുകയാണ്. ഉടനെ പറയും അപ്പോഴത്തേക്ക് ഒരു ഫോണൊക്കെ എടുത്ത് ചെവി വെച്ചിട്ട് ഇളയച്ചനോ, ഇളയച്ചനിപ്പം എപ്പോൾ വന്നു മലേഷ്യയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഫോണിൽ കൂടി. അപ്പോഴത്തേക്കാണ് നേരിട്ടുള്ള ഇളയച്ചനെ കാണുമ്പോഴത്തേക്ക് ശ്രുതി അങ്ങ് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിക്കും ചന്ദ്രയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം മലേഷ്യയിൽ നിന്നൊക്കെ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അല്ല എന്തൊക്കെയുണ്ട് ശ്രുതിയുടെ ഇളയച്ചൻ, സുഖമാണോ, എപ്പോൾ വന്നു, നാട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മലേഷ്യയിലെ കേസൊക്കെ എന്തായി, സ്വത്തുക്കളൊക്കെ ശ്രുതിക്ക് തിരിച്ച് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ബീരാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിയും വല്ലാതെ ഭയന്നാണ് നിൽക്കുന്നത്. പക്ഷേ അവർക്കാർക്കും അറിയത്തില്ലല്ലോ സത്യം. അങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓരോ സമയത്ത് അല്ല നിങ്ങളെന്താ ഇപ്പോൾ ഇളയച്ചനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയും. ഞങ്ങളെ ഇദ്ദേഹത്തിനെ കണ്ടു അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. ഇളയച്ചന് ഒരുപാട് തിരക്കുള്ളതല്ലേ സച്ചി, നീ എന്തിനാ അദ്ദേഹത്തെ പോയി കൂട്ടിക്കൊണ്ട് വന്നത്? ഒന്നാമത് അദ്ദേഹം ഭയങ്കര ടയേർഡാണ്, വാ ഇളയച്ചൻ നമുക്കൊന്ന് വിശ്രമിക്കാമെന്ന് പറയും. ഉടനെ പറയേ എന്തായാലും പാലഘട്ടത്തിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്, ഇളയച്ച എന്നുള്ള വിളി കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറയും. വിളി കേൾക്കാൻ രസമുണ്ടോ എന്ന് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്. നീ എന്താ അങ്ങനെ പറഞ്ഞ? അയ്യോ അച്ഛാ, ഈ നിൽക്കുന്ന ആൾ നമ്മുടെ പൗഡർ ഏട്ടത്തിൻ്റെ ഇളയച്ചനൊന്നും അല്ല. ഇളയച്ചനല്ലേ? അതെ, ഇയാളുടെ പേര് ബീരാനെന്നാണ്. ബീരാനോ? അതെ, ഇദ്ദേഹത്തിന് മേലുകാവ് ജംഗ്ഷനിൽ ഒരു ഇറച്ചിക്കട നടത്തുകയാണ്. ഇദ്ദേഹത്തിന് അച്ഛന് പരിചയം കാണും. ഇദ്ദേഹം നമ്മുടെ ഫെബിൻ്റെ അമ്മാവനാണെന്ന് പറയും. ഫെബിൻ്റെ അമ്മാവനോ? അതെ. പിന്നെ ശ്രുതിയുടെ ഇളയച്ചൻ. ഉടനെ ചന്ദ്രൻ ഒന്നിക്ക് നീ എന്തൊക്കെയാണ് പറയുന്നത്? ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെ? അശോകൻ്റെ മകളുടെ എന്നൊക്കെ ചോദിക്കും, സംസാരിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ, ഈ നിൽക്കുന്ന ജയപ്രകാശ് എന്ന് പറയുന്ന ബീരാനാണ് ഫെബിൻ്റെ അമ്മാവൻ. ഇദ്ദേഹം നമ്മുടെ പൗഡർ ഏട്ടത്തിയുടെ ഇളയച്ചനല്ല, അദ്ദേഹം അഭിനയിക്കുമായിരുന്നു പറയും. അഭിനയിക്കുമായിരുന്നു, നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുന്നു. നിനക്ക് എന്താ ചുമ്മാ ഓരോന്നൊക്കെ തോന്നുകയാണോ? ഇതെൻ്റെ ഇളയച്ചനാണെന്ന് പറയും. ഓ അതെ, ശരിക്കുള്ള ഇളയച്ചൻ തന്നെ കാര്യം പറയണമെന്ന് പറയും. അങ്ങനെ ബീരാനോട് സച്ചിയും രേവതിയും ചോദിക്കും, നിങ്ങൾ ഈ നിൽക്കുന്ന ശ്രുതിയുടെ ഇളയച്ചനാണോ എന്ന് ചോദിക്കും. ഉടനെ പറയും അല്ല, സച്ചിൻ രേവതിയും പറഞ്ഞ സത്യമാണ്, ഞാൻ ഫെബിൻ്റെ അമ്മാവൻ ജയപ്രകാശാന്ന് പറയും. അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ഇത് കേട്ടെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇത്രയും നാളും നമ്മുടെ ശ്രുതി പറഞ്ഞെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും നാളും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ അങ്ങനെ അല്ലല്ലോ, നിങ്ങൾ ശ്രുതിയുടെ അച്ഛൻ്റെ അനിയനാണെന്നും മലേഷ്യയിൽ ബിസിനസ്സുകാരനാണെന്നും പിന്നെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചു പോയെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇപ്പം നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കും? ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇവളെന്നെ കൊണ്ട് പറയിപ്പിച്ചാന്ന് പറയും. എനിക്ക് ശ്രുതിയെ നേരിട്ട് പരിചയമൊന്നുമില്ല, മീര മുഖേനുള്ള പരിചയമാണ്. ഞാൻ അല്പം അഭിനയ കമ്പമുള്ള കൂട്ടത്തിൽ, അങ്ങനെ മീര എനിക്ക് അറിയാം. അങ്ങനെ ആ മീര വഴിയാണ് ഞാൻ ശ്രുതിയുടെ അടുത്ത് എത്തുന്നത്. ശ്രുതി പറഞ്ഞു അവളുടെ ഇളയച്ചനായിട്ട്, മലേഷ്യയിലുള്ള ഇളയച്ചനായിട്ട് ഒന്ന് അഭിനയിക്കണം. അതിനുശേഷം അവൾ പറഞ്ഞിട്ടാണ് അവളുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ച കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കും, അപ്പം ശ്രുതി മലേഷ്യയിലുള്ള പെണ്ണല്ലേ, ഇവളുടെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല, അവൾ മലേഷ്യയിലാണോ ജനിച്ചത്, അവളുടെ അച്ഛൻ കോടീശ്വരനാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ഇവിടെ വന്ന് മലേഷ്യയിലുള്ള ഇളയച്ചനായിട്ട് അഭിനയിക്കാൻ മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനൊക്കെ ദേഷ്യം വരികയാണ്. രവീന്ദ്രൻ ചോദിക്കും, നീ ഇങ്ങനൊരു പെണ്ണായിരുന്നോ? നീ മുമ്പ് ഒരു തവണ നീലിമയുടെ കയ്യിൽ നിന്ന് നീലിമ പൈസ തിരിച്ചു കൊടുത്ത കാര്യം നീയും ശ്രുതിയും കൂടി ചേർന്ന് മറച്ചു വെച്ചു. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം നീ പിന്നെയും നിൻ്റെ അച്ഛൻ കോടീശ്വരനാണ്, അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചുപോയി, പിന്നെ ഒരു ഇളയച്ചനെ കൊണ്ടുവരുന്നു, നീ എന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് നീ അഭിനയം മൊത്തം കാഴ്ച വെച്ചെന്നൊക്കെ ചോദിച്ചങ്ങ് സംസാരിക്കുകയാണ്. ഉടനെ പറയാം, അങ്കിളെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ്റെ കാല് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് അതുവരെ മിണ്ടായിരിക്കുന്ന ചന്ദ്രമതി ഇങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ശ്രുതിയുടെ മുടിയിലങ്ങോട്ട് പിടിച്ച് വലിച്ച് ശ്രുതിയെ അങ്ങോട്ട് പുറത്തോട്ടിറക്കുകയാണ്. അങ്ങ് അടിക്കുകയും വഴക്കു പറയും, നീ ഇങ്ങനെ തുരുത്തി ആയതുകൊണ്ട് നീ മലേഷ്യയിലെ കോടീശ്വരിയാണെന്ന് എന്തിനാണ് ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞത്? നീ ഒരു പിച്ചക്കാരിയായിരുന്നോ? എവിടെയോ കിടന്ന ഒരു ഇറച്ചി വെട്ടുകാരനെ കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് അഭിനയിക്കായിരുന്നല്ലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഓരോന്നും പറയാൻ തുടങ്ങിയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് അങ്ങ് ശ്രുതി എന്നോട് ക്ഷമിക്കും ശ്രുതി എന്നൊക്കെ പറയും. ആ സമയത്ത് ചന്ദ്രൻ നേരെ എത്തിയിട്ട് ശ്രുതിയുടെ ചോദിക്കും, നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇവിടെ കള്ളത്തരമൊക്കെ പറഞ്ഞു? അയ്യോ അമ്മ, എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവളുടെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനാണെന്നേ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലാവും ശ്രുതി ഇതിൽ നിരപരാധിയാണെന്നുള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ശ്രുതി എടുത്തിട്ട് അങ്ങ് അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുന്നുണ്ട്. ഉടനെ സച്ചി പറയും, ഇനി അവളെ തല്ലിയിട്ട് എന്തോ കാര്യം, നിങ്ങളല്ലേ ഒരു മരുമോളെ തലയെ കയറ്റി വെക്കുകയും ഒരു മരുമോളെ തലയിൽ ചവിട്ടിയായിരിക്കും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടുമെന്നൊക്കെ പറയും. സച്ചി എന്നെ നിയന്ത്രണം പോയി നിൽക്കുമോ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കലെന്നൊക്കെ പറയും. ഉടനെ രവീന്ദ്രൻ അവൻ പറഞ്ഞതിൽ എന്താ ചന്ദ്രയെ തെറ്റി, നീയല്ലേ ഇതിനെല്ലാം കാരണം, നീയല്ലേ ഇവള് വലിയ കോടീശ്വരിയാന്ന് പറഞ്ഞ്, ഞാൻ അറിഞ്ഞു ഇവളി പറഞ്ഞെല്ലാം കള്ളത്തരാന്നുള്ളത്, ഒന്നും ആലോചിക്കുക പോലും ചെയ്യാതെ സ്വന്തം മോന് വേണ്ടി ഇവളെ ആലോചിച്ച് നീ തന്നെ അല്ലേ എന്നൊക്കെ പറയും. നീയല്ലേ നിൻ്റെ മോൻ്റെ ജീവൻ തകർത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് പറയുകയാണ്.
അപ്പോഴത്തേക്ക് പറയും, കേട്ടില്ലേടി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, നീ ഒരുത്തി കാരണമാണ്, നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ചാടി, നീയല്ലേ എന്നോട് ഇങ്ങനെ ചതി ചെയ്തത്, നീ ഒരു നിമിഷം വീട്ടിൽ നിൽക്കരുത്, ഇറങ്ങടി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിലും ഈ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചിട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇല്ല ഞാനിവിടുന്ന് പോകത്തില്ല, ഇതെൻ്റെ ശ്രുതിയുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞു. ശ്രുതിയുടെ വീടോ, ഈ ശ്രുതി നിനക്ക് കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചങ്ങ് പുറത്തിടുകയാണ്. ഇറങ്ങിപ്പോടി, ഈ മേലെ ഈ വീടുമായിട്ടും ഞങ്ങളോട് നിനക്ക് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല, പെരും കള്ളിയാടി നീ. അങ്ങനെ ആൻറ്റി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീ ഒന്നും പറയണ്ട. ആ സമയത്ത് രേവതിയും പറയും, അമ്മേ അവൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഒന്ന് കേൾക്ക്, നിനക്ക് ഇവളുടെ കൂടെ പുറത്ത് പോകണോ അതോ നിനക്ക് അകത്ത് പോകണോ, കയറി പൊടി അകത്ത്, ഇവള് പറഞ്ഞ് ഒന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറയും. ആ സമയത്ത് രവിയും പറയും, ചന്ദ്രൻ നീ അവൾക്ക് പറയുന്നത് എന്തോന്ന് കേൾക്ക്, എനിക്കൊന്നും കേൾക്കണ്ട, രവിയേട്ടാ നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട എന്ന് പറയും. അങ്ങനെ പിടിച്ചു വലിച്ച് പുറത്തിട്ട് വലിച്ചെടുത്ത് ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുകയാണ് ചന്ദ്രമതി. പിടിച്ചു വലിച്ച് പുറത്തിട്ടിട്ടങ്ങ് ഗേറ്റ് അങ്ങ് അടയ്ക്കുകയാണ്. ആ സമയത്ത് രവി പറയും, എടാ ശ്രുതി നീ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വാ, അവൾ എന്തെങ്കിലും അബദ്ധം എങ്ങാനും ചെയ്താൽ പിന്നെ അത് മതിയെന്ന് പറയും. ആ സമയത്ത് പറയും, അച്ഛാ അത് അമ്മ അച്ഛയ്ക്ക്, ഓ നീ നിൻ്റെ അമ്മ പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. ഉടനെ സച്ചിൻ പറയും, എടാ നീ പോയി അവളെ തിരിച്ച് വിളിച്ചുകൊണ്ടിരാൻ പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി നോക്കുകയാണ്, കയറിപ്പോടാ അകത്തെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങ് പോവും. ഉടനെ നമ്മുടെ സച്ചി പറയും, ഓ അമ്മയൊന്ന് കരുണുരുട്ടിയാൽ പിന്നെ മകൻ പിന്നെ അതിനപ്പുറം നിൽക്കത്തില്ലല്ലോ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ശ്രുതി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും അകത്ത് കയറി പോകണം, ഗേറ്റും അടച്ചങ്ങ് കുറ്റിയിടും. അതിനുശേഷം നമ്മുടെ മീര നേരെ നടന്ന് പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി നേരെ നടന്നു പോകുന്നത് നമ്മുടെ മീരയുടെ വീട്ടിലോട്ടാണ്. മീരയുടെ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് മുടിയെല്ലാം അഴിച്ചിട്ട് ഒരുമാതിരി ഭദ്രകാളിയെ പോലെ കയറി ചെല്ലുന്നത്. ആ സമയത്ത് മീര ചോദിക്കും, അല്ല എടി ശ്രുതി നീ എന്താ ഇങ്ങനെ, നിൻ്റെ മുടിയൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചീപ്പ് കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ചീപ്പൊക്കെ വലിച്ചെറിയുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തൊരു കല്യാണ ഫംഗ്ഷനുണ്ട്, അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നീ പായസമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിനക്ക് എന്ത് പറ്റി, ശ്രുതി എന്ത് പറ്റിയെന്ന് പറയാം. ഞാൻ പോയ കല്യാണം അതാ നിനക്കറിയാമെന്ന് ചോദിക്കും. അത് നീ പറഞ്ഞില്ലേ നിൻ്റെ അങ്കിളിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ മകൻ്റെ കല്യാണമാണെന്നുള്ളത്, അശോകൻ എന്ന് പറഞ്ഞാൽ. അതെ, ആ അശോകൻ ഞങ്ങളുടെ മകളെ കെട്ടുന്ന ആളുടെ അമ്മാവൻ ആരാന്നറിയോ, ബീരാനാന്ന് പറയും. ബീരാനോ, നീ എന്തൊക്കെയാണ് മീര ഈ പറയുന്നത് ചോദിക്കും. അതേ മീരെ, അത് ബീരാൻ്റെ അനന്തരവനായിരുന്നു അശോകൻ അങ്കിളുടെ മകളെ വിവാഹം കഴിച്ചെന്ന് പറയും. ഉടനെ നമ്മുടെ മീര അകത്ത് ചെന്നൊരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് കൊടുക്കും. ഈ കാർഡിലുള്ള കല്യാണത്തിനാണോ ശ്രുതി നീ പോയെന്ന് ചോദിക്കും. അച്ഛൻ അതെ. അപ്പോഴത്തേക്കും നിനക്കറിയാമെന്ന് ഇത് ബീരാൻ്റെ അനന്തരവൻ്റെ കല്യാണമെന്നുള്ളതെന്ന് പറയും. അറിയാമായിരുന്നു എന്ന് പറയും. ഉടനെ പറയും, എടി വഞ്ചകി, എന്നിട്ട് നീ എന്താ എന്നോട് ഈ കാര്യം പറഞ്ഞു നോക്കി. എടി ഞാൻ അറിയുന്നു അയാളുടെ മകൻ അയാളുടെ അനന്തരം കല്യാണം കഴിക്കാൻ പോകുന്നത് നിൻ്റെ അങ്കിളിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകളെയാണെന്നുള്ളത്. അത് അറിഞ്ഞെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് പറയാതിരിക്കുമെന്ന് പറയും. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മീരെ, എല്ലാം കൈവിട്ട് പോയി. വീട്ടിൽ വന്ന് ബീരാൻ എല്ലാം പറഞ്ഞു. അയാൾ ഒറ്റയ്ക്കോ അല്ല, സച്ചിയുടെ രേവതിയും അയാളെ കൂട്ടിക്കൊണ്ട് വന്ന് എല്ലാ സത്യങ്ങളും വീട്ടിൽ വന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയെന്ന് പറയും. നീ എന്തൊക്കെയാണ് ശ്രുതി ഈ പറയുന്നത്? അതെ, ഇനി എനിക്കൊരു രക്ഷയുമില്ല, എൻ്റെ എല്ലാ സത്യങ്ങളും അവർ മനസ്സിലാക്കി. ഞാൻ മലേഷ്യയിലുള്ള പെണ്ണല്ലെന്നും എൻ്റെ അച്ഛനൊരു കോടീശ്വരനല്ലെന്നും ബീരാൻ എൻ്റെ ഇളയച്ചനല്ലെന്നുള്ള എല്ലാ കാര്യവും അവർ മനസ്സിലാക്കി. ഇനി എനിക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയത്തില്ല മീരെ, എല്ലാ കള്ളവും എല്ലാവരും മനസ്സിലാക്കിയെന്ന് പറയും. ഇതാണ് ശ്രുതി ഞാൻ പറയുന്നത്, ഒരു കള്ളവും നമുക്ക് ഒരുപാട് കാലം മൂടി വെക്കാൻ പറ്റത്തില്ല. നീ വിവാഹത്തിന് മുമ്പ് മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടോ, നിനക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമാണ് അവർ അറിഞ്ഞു നോക്കും. ഇല്ല അതൊന്നും അറിഞ്ഞിട്ടില്ല, ഇനി അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതം ഇല്ലെന്നൊക്കെ പറയും. അങ്ങനെ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അതിനുശേഷം എങ്ങനെ ശ്രുതിക്ക് തിരിച്ച് ചന്ദ്രോത്തിലോട്ട് കയറി പറ്റാവുന്നുള്ള എന്തെങ്കിലും ഒരു ഉപായം മീര പറഞ്ഞു കൊടുക്കുമോ. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.